ഈ കരുവന്നൂർ കേസിൽ ഉടനീളം കണ്ടതാണ് പിന്നെ ഈ EDയുടെ പ്രവർത്തികൾ എങ്ങനെയാണെന്നുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി എങ്ങനെയാണ് ഓരോ ദിവസവും വാർത്ത ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ബ്രേക്കിംഗ് ന്യൂസായി ഇലക്ട്രോണിക് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും പിറ്റേന്ന് പ്രിൻറ്റ് മീഡിയയിലും പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇതുമായി ബന്ധമുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ 2021 ഫെബ്രുവരി 14 ശേഷം ഇത്രയും 2.5 കൊല്ലമായിട്ട് അങ്ങനെ ഒരു നടപടിയുമില്ലെന്ന്, അങ്ങനെ പ്രശ്നമേ ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം ഒക്ടോബർ 10 പൊട്ടിമുളച്ച് വരികയാണ് വാർത്ത, പെട്ടെന്നുണ്ടായി. എന്നിട്ട് അതിന് അന്നത്തെ ദിവസം തന്നെ ഒക്ടോബർ 10 അകത്തെ പേജിൽ, മനോരമയുടെ തന്നെ അകത്തെ പേജിൽ ഒരു വ്യാഖ്യാനം വേറെ വരികയാണ്. പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരിൽ തന്നെ ഇതൊന്ന് പുറത്ത് വരട്ടെ എന്ന് കരുതി പുറത്ത് വന്നതായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ എന്നൊരു സാന്ത്വനിപ്പിക്കലും എന്തെങ്കിലും സംശയം തോന്നുന്നവർക്ക്. അത്തരത്തിലുള്ള ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്, നമുക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല. കേസുകൾ പല രൂപത്തിലാണ് പിന്നെ ഫോം ചെയ്യപ്പെടുക, ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ ഈ 10-ാം തീയതി പറയുന്നത് 13-ാം തീയതി മാറ്റി പറയണമെങ്കിൽ, മാറ്റി പറയുമ്പോൾ അതിനൊരു ഒരു ബേസ് വേണ്ടേ?